ഞാൻ പറയട്ടെ, ടോബി ചേട്ടൻ ലെവൽ, ആസിഫ് ഖാൻ ലെവലൊക്കെ ആവുമ്പോഴത്തേക്ക് എന്റെ അടുത്ത് ഇതുപോലെ കമ്പനി ആയിരിക്കണം കേട്ടോ. ഞാൻ അപ്പൊ വരുമ്പോഴത്തേക്ക് എന്റെ അടുത്ത് ആരാ എവിടെയോ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ സാധനം നമ്മുടെ കയ്യിൽ വരുന്നു അല്ല പറയുന്നത്. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കും. യെസ്. ഡിക്യുന്റെ കൂടെ ഉണ്ടായ ഒരു വലിയൊരു മെമ്മറി ചോദിച്ചാൽ നാളത്തെ ഷൂട്ടിൽ എനിക്ക് തലേന്നാണ് എന്നെ ബ്ലോക്ക് ചെയ്യുന്നത്. എല്ലാം ഞാൻ പറയുന്നത് ഇത് സംഭവം വെച്ചാൽ ഈ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഒരുപാട് കാര്യം ഒത്തു വന്നാലാണ് ഈ കാര്യം നടക്കുന്നത്. ജിതിനാണ് കുറുപ്പിന്റെ റൈറ്റർ. ഒരു ഓഡിഷൻ പോലും ഇല്ലാതെ ജിതിൻ എന്നെ റിസ്ക് എടുത്ത് വിളിക്കുകയാണ്. ജിതിൻ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള മെന്റാലിറ്റിയിൽ വിളിച്ചതാണ്. ഓഡിഷൻസ് അറ്റൻഡ് ചെയ്താണ് ഇപ്പോഴും മൂവീസ് ചെയ്യേണ്ട വരുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഇത്ര വർഷമായില്ലേ, അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ടോ? അല്ല, ബുദ്ധിമുട്ട് നമുക്കുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഒരു സ്കൂൾ അങ്ങനെ തന്നെയാണ്. ഒട്ടും നമുക്ക് സെർട്ടനിറ്റി ഇല്ലല്ലോ. അതാണ് ഡെയിലി കോമ്പറ്റീഷൻ. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ഥലത്ത് മറ്റേ പേയ്മെന്റ് ഇഷ്യൂ അല്ലെങ്കിൽ പേയ്മെന്റ് കൊടുക്കാത്ത കേസ് പല ഫീൽഡിലുണ്ട്. മമ്മൂട്ടി സാറിന്റെ ചമയങ്ങളില്ലാത്ത പുസ്തകം വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം ഇന്ന് നിങ്ങൾ പറഞ്ഞല്ലോ രാജാവ് എന്നൊക്കെ, അദ്ദേഹം തുടക്ക കാലഘട്ടത്തിൽ അനുഭവിച്ച ട്രോമാസ് അല്ലെങ്കിൽ ബാഡ് എക്സ്പീരിയൻസ്, ആ ഒരു സ്റ്റേജുകളിൽ നിന്നാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. മമ്മൂട്ടി സാറുടെ അംബേദ്കർ കണ്ട സമയത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത്, അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. തീർച്ചയായും. അപ്പൊ ബ്രില്യന്റ് ആയിട്ട് ആ ഒരു വേർഡ് അവിടെ ഇട്ടത് കൊണ്ട് രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് തൽക്കാലം. ഞാൻ സ്ക്രിപ്റ്റ് കേൾക്കാനോ ഞാൻ സെലക്ട് ചെയ്യാനോ ആളല്ല. എന്നോട് കഥകൾ പറയുന്നത് ഞാൻ കേൾക്കുന്നത്, ഞാൻ എല്ലാം ഓക്കെ എന്ന് പറയുന്നത്. ആ പ്രോജക്റ്റ് ഓൺ ആവണം, പിന്നെ അവർക്ക് ഞാൻ ഓക്കെ ആയിരിക്കണം. സൂപ്പർ സ്റ്റാർ ആയിരിക്കും. സൂപ്പർ സ്റ്റാർ സുശീലിന്റെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ഞാൻ വരുമ്പോ എനിക്ക് യെസ്